എനിക്ക് ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു കപ്പ് കേക്കിന് ഓർഡർ കിട്ടുന്നത്. എൻ്റെ അടുത്ത് കസ്റ്റമർ ചോദിച്ചു, ദിവ്യ ചോക്കോ വാനില കപ്പ് കേക്ക്സ് ഉണ്ടാക്കിയിട്ടുണ്ടോ? എനിക്കൊന്ന് ഉണ്ടാക്കി തരാമോ എന്ന് ചോദിച്ചു. അപ്പം സത്യം പറഞ്ഞാൽ ഞാൻ ഇതുവരെ ഉണ്ടാക്കാത്ത സാധനങ്ങൾ എനിക്ക് ഉണ്ടാക്കി ഒന്ന് ട്രൈ ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, റെസിപ്പീസൊക്കെ. അപ്പം ഇത് പലവർക്കും അറിയായിരിക്കും. എന്നാൽ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ നല്ലൊരു അടിപൊളി ടിപ്പ് പറഞ്ഞുതരാം. പലവർക്കും വാനില കേക്കോ ഇല്ലെങ്കിൽ സ്പോഞ്ച് കേക്കോ ഒക്കെ ഉണ്ടാക്കാൻ അറിയായിരിക്കും. അപ്പോൾ അങ്ങനെ അറിയുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ ഇത്. അതിനകത്ത് നമ്മൾ ഈ വാൻചോ കേക്കാണല്ലോ ഈ ചോക്കോ വാനില കപ്പ് കേക്ക്സ് എന്ന് പറയുന്നത്, രണ്ടും സെയിം ആണല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് അത് കുറച്ച് വാനിലയുടെ ബാറ്റർ എടുത്ത് കുറച്ച് മാറ്റി വെച്ചിട്ട് അതിനകത്ത് 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് കഴിയുമ്പോഴേക്കും കുറച്ച് കട്ടിയുള്ള ബാറ്ററാണെന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് 1 ടേബിൾ സ്പൂൺ പാലും കൂടി ചേർക്കുക. പാലും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഈ കപ്സ് ഉണ്ടല്ലോ, കപ്സിനകത്ത് ഓൾട്ടർനേറ്റ് ആയിട്ട് ചോക്ലേറ്റ് മിക്സും വാനില മിക്സും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഞാനൊരു മീഡിയം സൈസ് കപ്പാണ് യൂസ് ചെയ്തേക്കുന്നത്. അതിനകത്ത് ഒരു 23 മിനിറ്റ്സാണ് ഞാൻ ബേക്ക് ചെയ്യാൻ എടുത്തേക്കുന്ന ടൈം. പക്ഷേ ചെയ്ത് വന്നപ്പോൾ നല്ല അടിപൊളിയായിട്ട് വന്നു കേട്ടോ, നല്ല ടേസ്റ്റുമായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഈ ടിപ്പ് യൂസ്ഫുൾ ആയെന്ന് തോന്നിക്കഴിഞ്ഞാൽ എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഓക്കെ ദെൻ, ബൈ ബൈ.